നമസ്കാരം. എല്ലാവർക്കും പ്രകൃതി ആയുർവേദത്തിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ നീതു മാത്യൂസ്. സ്ത്രീകളുടെ സ്വയംഭോഗ രീതിയെക്കുറിച്ച് നമ്മൾ ഇതിനു മുമ്പൊക്കെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോഴും പലർക്കും നിൽക്കുന്ന സംശയമാണ് സ്ത്രീകൾക്ക് സ്വയംഭോഗം ആസ്വദിക്കാൻ കഴിയുമോ എന്നുള്ളത്. തീർച്ചയായിട്ടും സ്ത്രീകൾക്കും സ്വയംഭോഗം ആസ്വദിക്കാൻ കഴിയുന്നതാണ്. പക്ഷെ പുരുഷനെ അപേക്ഷിച്ച് എല്ലായ്പ്പോഴും സ്ത്രീകൾക്കും സ്വയംഭോഗം നല്ല രീതിയിൽ അവസാനിക്കാറില്ല. അതായത് നല്ല രീതിയിൽ ഒരു ക്ലൈമാക്സിൽ എത്താൻ കഴിയാറില്ല. അതിന് പല കാരണങ്ങളുണ്ട്. അതിന് ശാരീരികവും മാനസികവുമായിട്ടുള്ള കാരണങ്ങൾ ഒരുപാട് തന്നെയാണ്. അപ്പോൾ നമുക്ക് സ്വയംഭോഗം ചെയ്തിട്ടും നമുക്ക് ആ ഒരു ആസ്വാദനത്തിൽ എത്തുന്നില്ല, അത്തരത്തിൽ ബുദ്ധിമുട്ടുന്ന സ്ത്രീയാണ് നിങ്ങളെങ്കിൽ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ ലൈംഗികപരമായിട്ട് നിങ്ങൾക്ക് പരാജയമുണ്ട്. അപ്പൊ ആ പരാജയത്തിൽ നിന്ന് മാറി നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ ലൈംഗിക ജീവിതം മെച്ചപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്ത് ലൈംഗികതയെക്കുറിച്ച് ആസ്വദിക്കാൻ നിങ്ങൾക്ക് കഴിയണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ സ്വയംഭോഗം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് പൂർണ്ണതയിൽ എത്തിക്കാൻ കഴിയുന്നില്ല എങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ ക്ലീറ്റോറിയൽ മസാജ് അല്ലെങ്കിൽ ക്രിസ്ത്രീയെ എങ്ങനെ ഉത്തേജിപ്പിക്കണം എന്നതിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ക്രിസ്ത്രീയെ എങ്ങനെയാണ് ഉത്തേജിപ്പിക്കേണ്ടത് അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ ഉത്തേജിപ്പിക്കാം എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സ്ത്രീകളുടെ സ്വയംഭോഗ രീതി എന്ന് പറയുമ്പോൾ പല രീതിയിൽ നമുക്ക് സ്വയംഭോഗം ചെയ്യാവുന്നതാണ്. മാരടങ്ങളെ ഉത്തേജിപ്പിച്ചുകൊണ്ട് സ്വയംഭോഗം ചെയ്യാം. അതേപോലെ യോനിയുടെ പുറം ഭാഗത്ത്, യോനിയുടെ ഉൾഭാഗത്ത്, അങ്ങനെ പല രീതിയിൽ നമുക്ക് സ്വയംഭോഗം ചെയ്യാവുന്നതാണ്. ഈ 3 രീതിയിൽ നിങ്ങൾ സ്വയംഭോഗം ചെയ്തിട്ട് നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഒരു ഓർഗാസത്തിലേക്ക് എത്താൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ലൈംഗികപരമായിട്ട് ഒരു ആനന്ദം അല്ലെങ്കിൽ ഒരു വികാരം പോലും നിങ്ങൾക്ക് ഉണ്ടാകുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ യോനി ഭാഗത്തുള്ള ക്രിസരിയിൽ മാത്രം ശ്രദ്ധ കൊടുക്കുക. അപ്പൊ ക്രിസരി എന്ന് പറയുന്നത് നിങ്ങളുടെ മൂത്രനാളത്തിന് മുകളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ചെറിയൊരു പയറുമണിയുടെ വലിപ്പത്തിൽ അത് പുറത്തോട്ട് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ അതിനെ മാത്രം സ്പർശിച്ചുകൊണ്ട് അല്ലെങ്കിൽ മസാജ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു രതിമൂർച്ചയിൽ എത്താൻ കഴിയുന്നതാണ്. അപ്പൊ അതിനെ എങ്ങനെയാണ് സ്പർശിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങളുടെ ക്രിസരിയുടെ ആ ഭാഗത്തിന് 2 വശങ്ങളിലായിട്ട് നിങ്ങൾക്ക് മസാജ് ചെയ്യാവുന്നതാണ്. അതായത് വലതുവശം, ഇടതുവശം, മുകളിൽ, താഴെ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് മസാജ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓരോ മസാജിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് 5 മുതൽ 10 മിനിറ്റ് വരെ നിങ്ങൾക്ക് മാറ്റി വെക്കാവുന്നതാണ്. കാരണം നിങ്ങൾക്ക് ലൈംഗികതയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈംഗിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത് എന്ന് ഓർമ്മയിൽ ഉണ്ടാവണം. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ അതീവ ശ്രദ്ധയോടും ക്ഷമയോടും കൂടി വേണം ഈ കാര്യം ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ ക്രിസരിയുടെ വലത് ഭാഗത്ത് മസാജ് ചെയ്യുക, അതേപോലെ തന്നെ ഇടത് ഭാഗം, ഇരുവശങ്ങളിലായിട്ട് മാറി മാറി മസാജ് ചെയ്യാവുന്നതാണ്. ഈ മസാജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും നിങ്ങൾക്ക് ലൂബ്രിക്കന്റ് ഉപയോഗിക്കാവുന്നതാണ്. അത് നിങ്ങൾക്ക് കുറച്ചും കൂടി ലൈംഗികപരമായിട്ട് ഉത്തേജനം ഉണ്ടാവുന്നതിനും കുറച്ചും കൂടി ഒരു ആനന്ദം നൽകുന്നതിനും സഹായിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഇടതും വലതും അങ്ങനെ ആ ഒരു വശങ്ങളിൽ മസാജ് ചെയ്തതിന് ശേഷം ഈ ഒരു ക്രിസരിയുടെ പുറം ഭാഗത്തായിട്ട് മുകളിലും താഴെയുമായിട്ട് മസാജ് ചെയ്യാവുന്നതാണ്. ഇപ്പൊ 2 രീതിയിലുള്ള മസാജായി. ഇത് നമുക്ക് മൂന്നാമതായിട്ട് നമുക്ക് വൃത്താകൃതിയിൽ ക്രിസരിക്ക് ചുറ്റുമായിട്ട് വൃത്താകൃതിയിൽ മസാജ് ചെയ്യാവുന്നതാണ്. അത് നമുക്ക് ക്ലോക്ക് വൈസും ആന്റി ക്ലോക്ക് വൈസും, അതായത് ഒരു 2 വശങ്ങളിലോട്ട് മാറി മാറി മസാജ് ചെയ്യാൻ കഴിയുന്നതാണ്. ഇത്രയും നേരം മസാജ് ചെയ്തിരുന്നത് ക്രിസരിക്ക് ചുറ്റുമാണ് എങ്കിൽ ഇനി നിങ്ങൾ മസാജ് ചെയ്യേണ്ടത് ആ ക്രിസരിയിൽ തന്നെയാണ്. ക്രിസരി എന്ന് പറയുന്നത് ക്ലീറ്റോറിസ് ആണ്. ആ ഒരു ഭാഗത്തെ പതിയെ പതിയെ തട്ടിക്കൊണ്ട് നമുക്ക് മസാജ് ചെയ്യാവുന്നതാണ്. ഈ ഒരു മസാജിന് നിങ്ങൾക്ക് 5 മിനിറ്റിൽ ഏറി എടുക്കാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് പതിയെ ക്രിസരിയെ പുറത്തോട്ട് വലിക്കുന്ന രീതിയിൽ മസാജ് ചെയ്യാവുന്നതാണ്. ഇതിന് നമുക്ക് സമയം എടുത്ത് തന്നെ ചെയ്യുക. ഈ ഓരോ മസാജിനും 5 മിനിറ്റ് മുതൽ 10 മിനിറ്റ് വരെയാണ് നിങ്ങൾ വിനിയോഗിക്കേണ്ടത്. എല്ലാവർക്കും ഇതിൽ എല്ലാ രീതിയിലും ഉത്തേജനം ലഭിക്കണമെന്നില്ല. പക്ഷെ ഇതിൽ ഏതെങ്കിലും ഒരു മസാജ് നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾക്ക് ഉത്തേജനം നൽകുന്നതാണ്. അപ്പൊ അത്തരത്തിൽ നിങ്ങൾക്ക് ഉത്തേജനം ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു മസാജ് നിങ്ങൾ ഫോളോ ചെയ്യുക. അതിലൂടെ നിങ്ങൾക്ക് ഓർഗാസത്തിൽ എത്തിച്ചേരാൻ കഴിയുന്നതാണ്. അത്തരത്തിൽ നിങ്ങൾക്ക് ഓർഗാസം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത്, ഫോർപ്ലേയുടെ സമയത്ത് ഈ ഒരു ക്ലീറ്റോറിയൽ സ്റ്റിമുലേഷൻ സ്വയം ചെയ്യുക. അതല്ലെങ്കിൽ പങ്കാളിയുടെ സഹായത്തോടു കൂടി അല്ലെങ്കിൽ പങ്കാളിയെ കൊണ്ട് ചെയ്യിപ്പിക്കാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിൽ ലൈംഗികത ആസ്വദിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആരോഗ്യപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി.